മികച്ച ഗാനരചയിതാവ് വേടൻ, ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വാഭാവികതയോ മറ്റോ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് നല്ല മികച്ച ഒരു ലിറിക്സ് തന്നെയാണ് കേട്ടോ. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം, കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും, ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്, ഉച്ചിക്കിറുക്കിൽ നിന്ന് ഉയരത്തിൽ പറക്ക്, ചേറിൽ പുത്താലും താമര കണക്ക്, ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്. നല്ല വരികളല്ലേ? പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഗാനരചയിതാവ് എന്നുള്ള നിലയിൽ കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ അതേസമയം മികച്ച ഒരു സംഗീത സംവിധായകനോ അല്ലെങ്കിൽ നല്ലൊരു പാട്ടുകാരനോ അങ്ങനെയൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഓക്കെ, ആൾക്കാരെ കയ്യിലെടുക്കാനായിട്ടും നല്ല സ്റ്റേജിൽ പെർഫോം ചെയ്യാനായിട്ടൊക്കെ പുള്ളിക്കറിയാം. എന്തായാലും ആയിക്കോട്ടെ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതിപ്പം നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു, കുറച്ച് പേരെങ്കിലും അംഗീകരിക്കുന്നു. അയാളുടെ വ്യക്തി ജീവിതവും മറ്റൊക്കെ മാറ്റി നിർത്തി കുറേ ആൾക്കാർ അംഗീകരിക്കുന്നു. പക്ഷേ ഇയാളെ അന്ധമായിട്ട് മറ്റൊരു രീതിയിൽ, അതായത് ജാതിയുടെ പേരിൽ മാത്രം അയാളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതൊരു സത്യാവസ്ഥ തന്നെയാണ്. അവരോടാണ് ഞാൻ എൻ്റെ ഒരു ചോദ്യം. നാളെ മറ്റൊരാൾക്ക് ഇതുപോലൊരു അവാർഡ് കിട്ടി, അയാളുടെ വ്യക്തി ജീവിതം വഷളത്തരമാണെന്ന് കൂട്ടിക്കോ, അപ്പോഴും നിങ്ങൾ അംഗീകരിക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ ഒരു പക്ഷേ സുരേഷ് ഗോപിക്ക് ഒരു അവാർഡ് കിട്ടിയെന്ന് വെച്ചു. അതായത് പുള്ളി വഷളം എന്നല്ല ഞാൻ പറയുന്നത്, അതായത് പുള്ളിയുടെ പ്രവർത്തനങ്ങളുടെ പേരിൽ ഒരുപാട് ആൾക്കാരെയൊക്കെ സഹായിക്കുന്നുണ്ടല്ലോ. മകളുടെ പേരിലൊരു ട്രസ്റ്റ് ഉണ്ട്, ആ ട്രസ്റ്റിൽ നിന്നൊക്കെ ഒരുപാട് ഫണ്ടുകളും മറ്റുമൊക്കെ കൊടുത്ത് ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ പേരിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടിയെന്ന് വെച്ചു. അപ്പോൾ ആ സമയത്ത് സുരേഷ് ഗോപി പപ്പടം പൊടിച്ചത് ശരിയായില്ല, സുരേഷ് ഗോപി സാനിറ്റൈസർ ഇട്ട് കൈ കഴുകി, കസേര മാറ്റി കളിച്ചു, ഇങ്ങനത്തെ ഉടായ്പ് വർത്തമാനമായിട്ട് ആരും വരരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. എല്ലായിടത്തും ഈ സാധനം ഒരുപോലെ തന്നെ ആയിരിക്കണേ. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തി, അയാൾ എത്ര ചീത്തയാണെന്ന് പറഞ്ഞാലും, അയാൾ ഇനി പീഡനവീരനാണെന്ന് പറഞ്ഞാലും നിങ്ങൾ അംഗീകരിക്കുമല്ലോ. അതേസമയം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തി, അയാൾ എത്ര നന്മ ചെയ്തെന്ന് പറഞ്ഞാലും അയാളുടെ പുറകെ നടന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് പൊതുവേ കാണാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ.